നിർമ്മാണ മേഖലയിലെ സാധന സാമഗ്രികളുടെ വില കുതിച്ചുയരുകയാണ്. കമ്പി, സിമന്റ്, എംസാൻഡ്, മെറ്റൽ, വെട്ടുകല്ല് തുടങ്ങിയവയുടെ വിലയാണ് 10% വർദ്ധിച്ചത്. സീസണിലെ വിലക്കയറ്റം നിർമ്മാണ പ്രവർത്തനങ്ങളെയും ചെറിയ തോതിൽ ബാധിച്ചു തുടങ്ങി. വിവിധ കമ്പനികളുടെ സിമന്റുകൾക്ക് ഒരു മാസം മുമ്പ് വരെ 270 മുതൽ 280 രൂപ വരെയായിരുന്നു ഹോൾസെയിൽ വില. ഇത് 305 മുതൽ 320 രൂപ വരെയായി ഉയർന്നതോടെ റീറ്റെയിൽ വില ചാക്കൊന്നിന് 330 മുതൽ 360 രൂപ വരെയാണ്. ശരാശരി ഒരു ചാക്ക് സിമന്റിന് 30 രൂപയോളമാണ് കൂടിയത്. എംസാൻഡിന് ഫൂട്ടിന് 40 മുതൽ 45 രൂപ വരെയായിരുന്നു വില. ഇതിപ്പോൾ 55 മുതൽ 60 രൂപ വരെയായി. പീസാൻഡിൻ്റെ വില 55 നിന്ന് 64 രൂപയായും ഉയർന്നു. 43 രൂപ വരെ വിലയുണ്ടായിരുന്ന മെറ്റലിന് 10 രൂപയോളമാണ് കൂടിയത്. മുറ്റത്ത് കട്ട വിരിക്കാനും മറ്റും ഉപയോഗിക്കുന്ന ബേബി ചില്ലിയുടെ വിലയിലും ആനുപാതിക വർധനവുണ്ട്. സിമെന്റിന് ഈയിടെയായിട്ട് ഇപ്പം 15 രൂപ 20 രൂപ വരെ കണ്ട് ഹോൾസെയിലേഴ്സ് കൂട്ടിയിട്ടുണ്ട്. ആദ്യം കൂട്ടിയ മലബാറാ, അതായത് സർക്കാരിൻ്റെ സിമെൻ്റാണ് മലബാർ എന്നാണ് പറയുന്നത്. മലബാർ ഏത് വില കൂട്ടാൻ ഏത് പഴുതുണ്ടോ നോക്കി നടക്കുക. പിന്നെ 95 93 ഹോൾസെയിൽ റേറ്റ്. ഈ 8.80 പിന്നെ 8.50 ഇറക്കുവിലി, 7.50 ലോഡിംഗ് ചാർജ്, ഇതെല്ലാം പിന്നെ ടാക്സ്, ഇതെല്ലാം കൂട്ടിയിട്ട് നമ്മൾ വിൽക്കുമ്പം എങ്ങനെ വിൽക്കാൻ പറ്റും? ഒരു 330 40 വിറ്റ ആൾ പറയും വില കൂടുതലാണ്. എംസാൻഡ് 58 അല്ല 48 50 ഒക്കെ ഉള്ളത് ഇപ്പോൾ 58 60 ആ റേഞ്ചിലെത്തിയില്ലേ. അതേപോലെ 10 രൂപ കൊണ്ട് അതെല്ലാം കൂടി. പശ്ചിമേഷ്യ സംഘർഷഭരിതമായതോടെ കമ്പി വിലയിലും വലിയ കുതിപ്പാണ് ഉണ്ടായത്. കിലോക്ക് 10 രൂപയോളമാണ് വില വർധന. യുദ്ധം തുടങ്ങും മുമ്പ് വിവിധ ബ്രാൻഡ് കമ്പികൾക്ക് 56 മുതൽ 66 രൂപ വരെയായിരുന്നു വില. ഇത് ഇപ്പോൾ 68 മുതൽ 77 രൂപ വരെയായി. ടാറ്റ, വൈശാഖ്, JSW തുടങ്ങിയ പ്രീമിയം കമ്പികൾക്കാണെങ്കിൽ 85 രൂപക്ക് മുകളിലാണ് വില. TMT ബാറുകളൊക്കെ ഏകദേശം കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം, ഇപ്പം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ 3 മാസത്തിൻ്റെ ഇടയിൽ ഒരു സ്റ്റെപ്പായിട്ട് ഏകദേശം ഒരു 10 രൂപയോളം വർദ്ധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള മെറ്റീരിയലുകൾ, അതായത് ഇൻഡസ്ട്രിയൽ ഐറ്റംസായ ആംഗ്ലർ, പട്ട സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾക്ക് ഏകദേശം ഒരു 10 രൂപ 12 രൂപ 15 രൂപ വരെ വർധനവ് വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും അധികം കൂടിയത് നമ്മുടെ സ്ട്രെച്ചർ ഐറ്റംസ്, അതായത് ഇത് സ്ക്വയർ പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയലുകൾക്ക് ഉപയോഗിക്കുന്ന സ്ക്വയർ പൈപ്പ് പോലുള്ള സാധനങ്ങൾ. ഇതിനൊക്കെ ഒരു ശരാശരി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ഒരു 70-75 രൂപ കിലോക്ക് വില ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ ഏകദേശം ഒരു 100 രൂപൻ്റെ മുകളിൽ പ്രൈസ് വന്ന ഒരവസ്ഥയിലാണുള്ളത്. ഇനി വെട്ടുകല്ലിൻ്റെ കാര്യമെടുത്താൽ മലബാറിലെ വിവിധ ജില്ലകളിലേക്ക് കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിൽ നിന്നാണ് വെട്ടുകല്ലെത്തുന്നത്. 1.5 മാസം മുമ്പ് 56 രൂപ മുതൽ 58 രൂപ വരെ വിലയുണ്ടായിരുന്ന വെട്ടുകല്ലിന് ഇപ്പോൾ ഈടാക്കുന്നത് 63 മുതൽ 65 രൂപ വരെയാണ്. കേരളത്തിൻ്റെ നിർമ്മാണ മേഖലയിൽ തൊഴിലെടുക്കുന്നവരേറെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അസം, ബംഗാൾ തെരഞ്ഞെടുപ്പിനായി തൊഴിലാളികളേറെയും നാട്ടിലേക്ക് പോയതോടെ വലിയ പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ നിലനിൽക്കുന്നത്. അതിനിടെയാണ് ഇരുട്ടടി പോലെ വിലക്കയറ്റവും കൂടി ഈ മേഖലയെ കാർന്നു തിന്നുന്നത്. KC ജിജീഷിനൊപ്പം KT വിബീഷ്, മീഡിയ 1, കോഴിക്കോട്.